പോയ 7-ാം അധ്യായം 1 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ദെമേത്രിയൂസ് ഒന്നാമൻ 181 ആണ്ട് സെല്യൂക്കീസിന്റെ മകൻ ദെമേത്രിയൂസ് റോമായിൽ നിന്ന് കുറെ ആളുകളോടുകൂടി ജലമാർഗ കടൽ തീരത്തിലുള്ള ഒരു നഗരത്തിലെത്തി അവിടെ ഭരണം തുടങ്ങി. അവൻ പിതാക്കന്മാരുടെ രാജസന്നിധിയിൽ പ്രവേശിച്ചപ്പോൾ അവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പട്ടാളം അന്ത്യോക്കസിനെയും ലിസിയാസിനെയും പിടികൂടി. ഇതറിഞ്ഞ രാജാവ് പറഞ്ഞു, അവരുടെ മുഖം കാണാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ. അതനുസരിച്ച് സൈന്യം അവരെ വധിച്ചു. ദെമേത്രിയൂസ് സിംഹാസനാരൂഢനായി. ഇസ്രായേലിലെ നിയമ നിഷേധകരും അധർമ്മികളുമായ എല്ലാവരും അവനോട് ചേർന്നു. പ്രധാന പുരോഹിതനാകാൻ മോഹിച്ച അൽക്കിമോസ് ആയിരുന്നു അവരുടെ നേതാവ്. അവർ ജനങ്ങൾക്കെതിരെ രാജസന്നിധിയിൽ ഇപ്രകാരം കുറ്റാരോപണം നടത്തി: യൂദാസും സഹോദരന്മാരോടുകൂടി അങ്ങയുടെ മിത്രങ്ങളെ നശിപ്പിക്കുകയും ദേശത്തു നിന്ന് ഞങ്ങളെ തുരത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങ് വിശ്വസ്തനായ ഒരാളെ അയച്ചാലും അവൻ ചെന്ന് ഞങ്ങൾക്കും അങ്ങയുടെ രാജ്യത്തിനും യൂദാസ് എത്രയോ നാശനം വരുത്തിയെന്ന് മനസ്സിലാക്കി അവരെയും അവരുടെ പിണിയായി ആളുകളെയും ശിക്ഷിക്കട്ടെ. തന്റെ സുഹൃത്തുക്കൾ ഒരുവനും നദിക്ക് അക്കരെയുള്ള പ്രദേശത്തെ ഭരണാധിപനുമായ ബക്കിത്രസിനെ രാജാവ് തിരഞ്ഞെടുത്തു. അവൻ രാജ്യത്ത് സുസന്നതവും രാജാവിനോട് വിശ്വസ്തനുമായിരുന്നു. ഇസ്രായേലിയരോട് പ്രതികാരം ചെയ്യുന്നതിനുള്ള കൽപ്പനയുമായി രാജാവ് അവനെ അയച്ചു. അധർമ്മിയായ അൽക്കിമോസിനെ മഹാപുരോഹിതനായി നിയമിച്ച് അവനെ കൂട്ടത്തിൽ വിട്ടു. അവർ വലിയൊരു സൈന്യവുമായി യൂദാദേശത്തെത്തി. യൂദാസിനോട് സഹോദരന്മാരോടും സംഖ്യ ചെയ്യാമെന്ന വ്യാജ സന്ദേശവുമായി ബക്കിദേസ് ദൂതന്മാരെ അയച്ചു. എന്നാൽ അവരുടെ വാക്കുകൾ യൂദാസും കൂട്ടരും ഒരു വിലയും കൽപ്പിച്ചില്ല. കാരണം വലിയൊരു സൈന്യത്തോടു കൂടിയാണ് ബക്കിദേസ് വന്നിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ന്യായമായ വ്യവസ്ഥകൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു സംഘം നിയമജ്ഞർ അൽക്കിമോസിന്റെയും ബക്കിദേസിന്റെയും അടുത്ത് ചെന്ന് ഇസ്രായേലിയർ ഹസിദേയരാണ് സമാധാന പ്രത്യേകവുമായി ആദ്യം ചെന്നത്. അവർ പറഞ്ഞു, അഹരോന്റെ വംശത്തിൽപ്പെട്ട ഒരു പുരോഹിതനാണല്ലോ സൈന്യവുമായി വന്നിരിക്കുന്നത്. അവൻ നമ്മെ ദ്രോഹിക്കുകയില്ല. അൽക്കിമോസ് സമാധാന പ്രിയനായി അവരോട് സംസാരിച്ചു. നിങ്ങളെയോ നിങ്ങളുടെ സ്നേഹിതന്മാരെയോ നിങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കുകയില്ലെന്ന് അവൻ അവരോട് ശബ്ദം ചെയ്തു. അവർ അവനെ വിശ്വസിച്ചു. പക്ഷേ അവരുടെ ദിവസം കൊണ്ട് അവർ 60 പേരെ പിടിച്ചു കൊന്നു കളഞ്ഞു. അങ്ങയുടെ വിശുദ്ധരുടെ ശരീരങ്ങൾ അവർ ജെറുസലേമിന് ചുറ്റും ചിതറിച്ചു. അവരുടെ രക്തം അവിടെയെല്ലാം കൊഴിഞ്ഞു. അവരെ സംസ്കരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന വചനം അനുസരിച്ച് തന്നെ അവരെക്കുറിച്ചുള്ള ഭയവും സംഭ്രാന്തിയും ജനത്തിനുമിടയിൽ വ്യാപിച്ചു. അവർ പറഞ്ഞു, സത്യവും നീതിയും ഇല്ലാത്തവരാണിവർ. ശബ്ദം ചെയ്തവർക്ക് ഉടമ്പടി ഇവർ ലംഘിക്കുന്നു. ഇതിനകം ബക്കിദേസ് ജെറുസലേമിൽ വന്ന് ബത്സയിൽ പോയി പാളയമടിച്ച് തന്റെ പക്ഷം ചേർന്നവരിൽ വളരെ പേരെയും ജനങ്ങളിൽ ചിലരെയും അവൻ സൈന്യവുമായി പിടിച്ചു കൊന്ന ഒരു വലിയ കുഴിയിലെറിഞ്ഞു. അവൻ രാജ്യം അൽക്കിമോസിന്റെ ഏൽപ്പിച്ചു. സഹായത്തിന് ഒരു സേനയെയും നിർത്തി. ബക്കിദേസ് രാജസന്നിധിയിലേക്ക് മടങ്ങി. അൽക്കിമോസ് പ്രധാന പുരോഹിതനാകാൻ കിണഞ്ഞ് പരിശ്രമിച്ചു. ജനത്തെ അലട്ടിയിരുന്നവർ അവനോട് ചേർന്ന് യൂദാദേശം അവർ കീഴടക്കി. ഇസ്രായേലിന് കനത്ത നാശം വരുത്തുകയും ചെയ്തു. അൽക്കിമോസിനും അനുയായികളും ഇസ്രായേൽക്കാരോടും ചെയ്ത ദ്രോഹങ്ങൾ യൂദാസ് കണ്ടു. അത് വിജാതിയർ ചെയ്തതിനേക്കാൾ അധികമായിരുന്നു. യൂദാസിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിച്ച് കൂറുമാറിയ ആളുകളോടും യൂദാസ് പ്രതികാരം ചെയ്തു. നഗരവാസികൾ നാട്ടിൻപുറത്തേക്ക് കടക്കാതെ പ്രതിരോധവും ഏർപ്പെടുത്തി. യൂദാസ് കൂട്ടരും ശക്തി യാചിച്ചിരിക്കുകയാണെന്ന് അവരെ എതിർക്കാൻ തനിക്ക് സാധ്യമല്ലെന്ന് അക്കിമോസ് മനസ്സിലാക്കി. അതിനാൽ അവൻ രാജാവിന്റെ അടുക്കലെത്തി അവർക്കെതിരെ ദുരാഭരണങ്ങൾ നടത്തി. നിക്കാനോർ യൂദായി. തന്മൂലം രാജാവ് അവരെ നശിപ്പിക്കാനുള്ള കൽപ്പനയുമായി തന്റെ പ്രഗത്ഭര സൈന്യാധിപന്മാരിൽ ഒരുവനും ഇസ്രായേലിന്റെ യുദ്ധശത്രുവുമായ നിക്കാനോറിനെ അയച്ചു. നിക്കാനോർ ഒരു വലിയ സൈന്യം ജെറുസലേമിൽ ചെന്നു. അവൻ യൂദാസും സഹോദരന്മാരും വഞ്ചനാപരമായ ഈ സമാധാന ദേശം അയച്ചു. നമ്മൾ തമ്മിൽ യുദ്ധമുണ്ടാകാതിരിക്കട്ടെ. നിങ്ങൾ സൗഹാർദ്ദപൂർവ്വം സന്ദർശിക്കാൻ കുറച്ചുപേരുമായി ഞാൻ വരാം. അവർ യൂദാസിന്റെ അടുത്തെത്തി. അവർ പരസ്പരം സമാധാനങ്ങൾ ആശംസിച്ചു നേർന്നു. എന്നാൽ വൈകി യൂദാസിനെ പിടികൂടാൻ ഒരുങ്ങിയിരുന്നു. ചതിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് നിക്കാനോർ വന്നിരിക്കുന്നതെന്ന് യൂദാസ് ഗ്രഹിച്ചു. അവൻ ഭയപ്പെട്ട് നിക്കാനോറിനെ വീണ്ടും കാണാൻ വിസമ്മതിച്ചു. തന്റെ തന്ത്രം പുറത്തായെന്ന് അറിഞ്ഞപ്പോൾ അവനുമായി ഏറ്റുമുട്ടുന്നതിന് നിക്കാനോർ കഫറസ്ലാമിലേക്ക് പോയി. അവന്റെ സൈന്യത്തിലെ 500ഓളം പേർ നിലംപതിച്ചു. ശേഷിച്ചവർ നഗരത്തിലേക്ക് പലായനം ചെയ്തു. ഇത് കഴിഞ്ഞ് നിക്കാനോർ സിയോൻ മലയിലേക്ക് പോയി. ദേവാലയത്തിൽ നിന്ന് ചില പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സൗഹൃദപൂർവ്വം സ്വീകരിക്കാനും രാജാവിന് വേണ്ടി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദഹനബലി കാണിക്കാനും വേണ്ടി പുറത്തേക്ക് വന്നു. എന്നാൽ അവൻ അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ധിക്കാരപൂർവ്വം ദുഷിച്ച് സംസാരിക്കുകയും ചെയ്തു. അവൻ രോക്ഷവിടനായി ശബ്ദം ചെയ്തു, ഇപ്രാവശ്യം യൂദാസും സൈന്യവും തന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ ഞാൻ സുരക്ഷിതനായി മടങ്ങി വരുമ്പോൾ ഈ ആടെയും അഗ്നിക്കിരയാക്കും. അനന്തരം അവൻ ക്രുദ്ധനായി ഇറങ്ങി പോയി. ഇത് കേട്ട പുരോഹിതന്മാർ അകത്തേക്ക് കയറി ബലിപീഠത്തും ശ്രീകോവിലിനും അഭിമുഖമായി നിന്ന് വിലപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അങ്ങയുടെ നാമത്തിൽ അറിയപ്പെടാൻ ആലയത്തിലെ അങ്ങ് തിരഞ്ഞെടുത്തു. അങ്ങയുടെ ജനത്തിന് പ്രാർത്ഥിക്കാൻ യാചിക്കാനുമുള്ള ആലയമായിട്ട് തന്നെ ഇവന്റെ സൈന്യത്തോടും പ്രതികാരം ചെയ്യുക. അവരെല്ലാവരും വാളിനിരയാകട്ടെ. അവരുടെ ജീവ ദൂഷണങ്ങൾ അങ്ങ് ഓർക്കുന്നു. അവർ നിമിഷ നേരം ജീവിക്കാതിരിക്കട്ടെ. ജെറുസലേമിൽ നിന്ന് ബെത്ഹോറോണിലെത്തി പാളയമടിച്ചു. സിറിയൻ പട്ടാളം അവനോട് ചേർന്നു. യൂദാസ് 3000 സൈനികരോടുകൂടി അദാസയിലും പാളയമടിച്ചു. അവൻ പ്രാർത്ഥിച്ചു. ഒരിക്കൽ രാജപുത്രന്മാർ ദേവദൂഷണം പറഞ്ഞപ്പോൾ അവിടുത്തെ ദൂതൻ 185,000 അസീറിയക്കാരെ വധിച്ചുവല്ലോ. അതുപോലെ ഇന്ന് ഈ സൈന്യത്തെ തങ്ങളുടെ മുൻപിൽ വെച്ച് നശിപ്പിക്കുക. നിക്കിനോർ അവിടുത്തെ ആലയത്തിനെതിരായി ദൂഷണം പറഞ്ഞുവെന്ന് എല്ലാവരും അറിയട്ടെ. അവന്റെ ദൃഷ്ടിക്ക് അനുസൃതമായി അവനെ വിധിക്കണമേ. ആദാർ മാസം 13-ാം ദിവസം ഇരു സൈന്യവും ഏറ്റുമുട്ടി. നിക്കാനോറിന്റെ സൈന്യം പരാജയമടഞ്ഞു. അവൻ തന്നെയാണ് ആദ്യം നിലംപതിച്ചത്. നിന്നേക്കാൾ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ സൈന്യം ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ആയുധ സായിൽ വീണ് ഗബാവ വരെ ഒരു ദിവസത്തെ ദൂരം യഹൂദർ
അവനെ പിന്തുടർന്നു. അപ്പോഴും യുദ്ധകാഹളം മുഴുകിക്കൊണ്ടിരുന്നു. ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ പുറത്തു വന്ന് ഓടിപ്പോയ ശത്രുക്കളെ തടഞ്ഞ് അവരെ അനുധാവനം ചെയ്തിരുന്നവരോട് നേരെ തിരിച്ചോടി. അങ്ങനെ അവരെല്ലാവരും വാളിനിരയായി. ഒരുവൻ പോലും ശേഷിച്ചില്ല. യഹൂദർ അവരെ കൊള്ളയടിച്ചു. നിക്കാറോസിന്റെ ശിരസ് അവൻ ധിക്കാരപൂർവ്വം നീട്ടിയ വലത് കൈയും ഛേദിച്ച് ജെറുസലേമിന്റെ തൊട്ടുവെളിയിൽ കൊണ്ടുവന്ന് പ്രദർശനത്തിന് വെച്ചു. ജനങ്ങൾ ആനന്ദോദയനായി. ആ ദിവസം അവർ ആഹ്ലാദപൂർവ്വം കൊണ്ടാടി. ആണ്ടുതോറും ആദാർ മാസം 13-ാം ദിവസം ഇതിന്റെ ഓർമ്മ ദിനമായി ആഘോഷിക്കണമെന്ന് അവർ നിശ്ചയിച്ചു. അങ്ങനെ യൂദാദേശത്തെ കുറെ കാലത്തേക്ക് സ്വസ്ഥത കൈവന്നു. ദേവജവാൻ നാം കേട്ടത് നമുക്ക് വ്യത്യസ്ത ക്രിസ്ത്യാനി സ്തുതി.